70 വട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 490 പ്രാവശ്യം എണ്ണിക്കൊണ്ടൊന്നും ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ അർത്ഥം നിൻ്റെ സഹോദരൻ എപ്പോൾ നിന്നോട് പിഴച്ചാലും നിനക്ക് ക്ഷമിക്കാനേ പറ്റൂ, വേറെ ഒന്നും ചെയ്യാൻ നിനക്ക് കഴിയത്തില്ല. അതാണ് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. ക്ഷമിക്കുക എന്നല്ലാതെ മറ്റൊരു കാര്യം വേദപുസ്തകത്തിൻ്റെ നിഘണ്ടുവിലില്ല. നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ വാസ്തവം പറഞ്ഞാൽ അവർക്കൊന്നും സംഭവിക്കാനൊന്നുമില്ല, സംഭവിക്കാനുള്ളത് നമുക്ക് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ക്ഷമിച്ചില്ലേ അവൻ എന്നാ പറ്റാനാ? പക്ഷെ നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങൾ തടവറയിലാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, വെൻ യു ഫോർഗീവ് സംബഡി യു ആർ റിലീസിങ് എ പേഴ്സൺ, യുവർ സെൽഫ്. നിങ്ങൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ നിങ്ങളൊരു തടവുകാരനെ റിലീസ് ചെയ്യുകയാണ്, തടവുകാരനെ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ശരിയാ, ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ അവൻ എൻ്റെ തടവിലാണ്. അല്ല, അവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെയാണ് റിലീസ് ചെയ്യുന്നത്. കാരണം ക്ഷമിക്കാത്തിടത്തോളം കാലം നിങ്ങൾ തടവുകാരനാണ്. നമ്മൾ ആരോട് ക്ഷമിക്കുന്നോ അല്ലെങ്കിൽ ക്ഷമിക്കാതിരിക്കുന്നോ അവനല്ല തടവുകാരൻ. ആരാണ് തടവുകാരൻ? നമ്മൾ തന്നെയാണ് തടവുകാരൻ, നമ്മളാണ് തടവിൽ. പ്രിയമുള്ളവരെ, ഇതാണ് വാസ്തവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതായ യാഥാർത്ഥ്യം. ഇവിടെ കർത്താവ് പറയാണ്, അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് എന്ത്? 2 ദാസന്മാരുടേതായിട്ടുള്ള ഒരു ചരിത്രം. അവിടെ പറയുന്നത് കണക്ക് നോക്കിയപ്പോൾ രാജാവിനോട് അവിടെ നമ്മൾ വായിക്കുന്ന ആദ്യത്തെ ആളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ്? അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. 10,000 താലന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചു പോകാൻ എളുപ്പമാണ്. പക്ഷെ 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 100 കോടി രൂപയാണ്. 100 കോടി, ഒന്നും രണ്ടുമല്ല, 100 കോടി രൂപ കടം പെട്ടവനായ ഒരു മനുഷ്യൻ. അവനെ പെട്ടെന്ന് നീ കടം വീട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക്, നിന്റെ ഭാര്യയെ മക്കളെയൊക്കെ വിറ്റിട്ടാണ് എങ്ങനെയാണ് എൻ്റെ കടം വീട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വന്നിട്ട് പറയുന്നുണ്ട്, യജമാനൻ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു തീർക്കാമെന്ന്. തന്നു തീർക്കാമെന്ന് പറഞ്ഞ് ഇവനെ കൊണ്ട് വല്ലതും തന്നു തീർക്കാൻ പറ്റുമോ? കാര്യം കൊടുത്തു വീട്ടാൻ പറ്റാത്തതായ കടമാണ് ഇവൻ കടംപെട്ടിരിക്കുന്നത്. കൊടുത്തു വീട്ടാൻ പറ്റാത്തതായ കടം. അവൻ്റെ ജീവിതത്തിൽ അവൻ എത്ര അധ്വാനിച്ചാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് കൊടുത്തു വീട്ടാൻ പറ്റത്തില്ല. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പരിശ്രമിച്ചാലും ദൈവത്തിന് നമ്മൾ കടംപെട്ടിരിക്കുന്നത് കൊടുത്തു വീട്ടാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മളുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് പ്രവൃത്തി കൊണ്ട് ഒരു കാരണവശാലും സംഭവിക്കുന്ന കാര്യമല്ല. നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. കൊടുത്തു വീട്ടാൻ കഴിയാത്തതായ വലിയ കടം. യജമാനൻ മനസ്സിൽ തോന്നിട്ട് പറഞ്ഞു, ശരി, ഞാൻ കടം ഇളച്ചു തന്നിരിക്കുന്നു. ഇവൻ പറഞ്ഞെന്താണ്? ഞാൻ തന്നു വീട്ടാമെന്ന്. തന്നു വീട്ടാൻ പറ്റത്തില്ലെന്നുള്ള അവൻ അറിയാം. അത് ചോദിക്കുന്നുമില്ല, യജമാനൻ ചോദിക്കുന്നില്ല. എത്ര നാൾ കൊണ്ട് തന്നു വീട്ടാമെന്നൊന്നും ചോദിക്കുന്നൊന്നുമില്ല. കാര്യം യജമാനൻ അറിയാം ഇവനെ കൊണ്ട് ജന്മം ചെയ്താൽ ഇത് തന്നു വീട്ടാൻ കഴിയത്തില്ലെന്ന്. അതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് യജമാനൻ അവൻ്റെ മുഴുവൻ കടങ്ങളെയും ഇളച്ചു കൊടുത്തു. അവൻ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് അവൻ്റെ കൂട്ടുദാസൻ എത്രയാണ്? 100 വെള്ളിക്കാശ്. 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10,000 രൂപ എന്ന് കൂട്ടിക്കും മാക്സിമം. 100 കോടി എവിടെ കിടക്കുന്നു? 10,000 രൂപ എവിടെ കിടക്കുന്നു? 100 കോടി കടംപെട്ടവൻ അത് മുഴുവൻ ഇളച്ച് കിട്ടിയിട്ട് 10,000 രൂപ കടക്കാരൻ്റെ അടുത്ത് ചെന്ന് അവനോട് ഇപ്പം എൻ്റെ കടം വീട്ടിൽ തരണമെന്ന് പറയുകയാണ്. കർത്താവ് ഇവിടെ പറയുന്ന കർത്താവിൻ്റെ വാക്കുകളുടെ പ്രത്യേകതയാണ്, നിങ്ങൾക്ക് ദൈവത്തോടുള്ള കടം ഒരിക്കലും ഇളച്ചു വീട്ടാൻ കഴിയാത്തതാണ്. പക്ഷെ മനുഷ്യനോടുള്ള നിങ്ങൾ ഒരു മനുഷ്യൻ നിങ്ങളോട് കടംപെട്ടിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ നിങ്ങളോട് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ, അതൊക്കെ വെറും 10,000 രൂപ പോലെ ഉള്ളൂ. അതൊന്നും വലിയൊരു ആനക്കാര്യമല്ല. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ച അല്ലെങ്കിൽ കർത്താവിന് നിങ്ങൾ കടംപെട്ടതുമായി തട്ടിച്ചു നോക്കിയാൽ 100 കോടിയും 10,000 തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് നമുക്കെതിരെ ഒരാളൊരു തെറ്റ് ചെയ്യുന്നതും നമ്മൾ ദൈവത്തിനെതിരെ തെറ്റ് ചെയ്യുന്നതും തമ്മിൽ ആലോചിച്ച് നോക്കിയാൽ. പക്ഷേ ഞാൻ തന്നു വീട്ടാമെന്ന് പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചില്ല. അവനെ പിടിച്ച് ജയിലിലാക്കി. അവനെ പിടിച്ച് ജയിലിലാക്കി. ഇത് അവൻ്റെ കൂട്ടുകാരി എന്നിട്ട് പറഞ്ഞു, 100 കോടി ഇളച്ചു കൊടുത്തവനായ മനുഷ്യൻ എന്ത് ചെയ്തിട്ടില്ല? ഇപ്പോഴ് ഒരു 10,000 രൂപ കടംപെട്ട ഒരുത്തനോട് ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൂ. അവന് എന്ത് ചെയ്യുന്നു? ഈ ദാസനെ വിളിച്ച് എടുത്തിട്ട് പറഞ്ഞു, ഇനി നീ ഈ പണം തന്നു വീട്ടിട്ട് പുറത്തു പോയാൽ മതിയെന്ന്. ഒരിക്കൽ ക്ഷമിച്ചതല്ലേ? ഒരിക്കൽ ഈ യജമാനൻ ക്ഷമിച്ചതല്ലേ? അതെ. ഈ ക്ഷമയ്ക്ക് വല്ല കണ്ടീഷനും വെച്ചോ? ഇല്ല. പക്ഷേ ഒരു കണ്ടീഷനും വെക്കാതാണ് നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചതെങ്കിലും
നമ്മൾ മറ്റൊരാളോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മോട് ക്ഷമിച്ച് തന്നത് നള്ളിഫൈ ചെയ്യപ്പെടും, അല്ലെങ്കിൽ അത് ഇല്ലാതെയാക്കപ്പെടും, അത് വ്യർത്ഥമായി പോകുമെന്നാണ് ഈ പാഠം പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ പാപക്ഷമ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ മറ്റുള്ളവർ ക്ഷമിച്ചതിന് ശേഷം ചെന്നപ്പോഴല്ല കർത്താവ് ക്ഷമിച്ചത്. പക്ഷേ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചെങ്കിൽ ഇനി സകല കടങ്ങളും നിങ്ങൾ ക്ഷമിച്ചു കൊടുത്തേ പറ്റൂ. തന്നു വീട്ടാമെന്ന് പറഞ്ഞത് ഒരു കണക്കിന് ശരിയാണ്. ദൈവത്തിന് നമുക്ക് കൊടുത്തു വീട്ടാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് ബാക്കിയുള്ളവർക്ക് കൊടുത്തു വീട്ടാൻ പറ്റും. അതായത് ദൈവം നമുക്ക് തന്ന പാപക്ഷമ ലോകത്തിൽ നാം ഇടപെടുന്നവരായ മറ്റുള്ളവർക്ക് കൊടുത്തു വീട്ടുമ്പോഴാണ് നമ്മളുടെ പാപങ്ങൾ കൊടുത്തു വീട്ടപ്പെടുന്നത്. ഇവൻ പറഞ്ഞെന്താണ്? ഞാൻ തന്നു വീട്ടാം. അവന് തന്നു കൊടുത്തു വീട്ട ദൈവത്തിനോടുള്ള കാര്യത്തിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൊടുത്തു വീട്ടാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. പക്ഷേ ഇവന് കൊടുത്തു വീട്ടാൻ പറ്റും. എങ്ങനെ? അവനോട് കടംപെട്ടവരോട് ക്ഷമിക്കാൻ അവന് പറ്റും. അതാണ് വാസ്തവത്തിൽ കൊടുത്തു വീട്ടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ലഭിച്ച വലിയ പാപക്ഷമ തന്നെ ഇല്ലാതെയാകുമെന്ന്. ഇതാര് പറഞ്ഞതാ? സാജു പറഞ്ഞതല്ല. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ്. 35-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. എന്തു ചെയ്യും? എന്തു ചെയ്യും? പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവ് നൽകിയ പാപക്ഷമയെ സ്വർഗസ്ഥ പിതാവ് എടുത്തു കളയുമെന്നാണ് കർത്താവ് പറയുന്നത്. നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? ഇത് സീരിയസ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇത് സഭയിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതൊക്കെയാണ് വാസ്തവത്തിൽ നമ്മുടെ നമ്മൾ പറയും നമ്മൾ ഉപദേശത്തിൽ തികഞ്ഞവരാണെന്ന്. എന്തോ ഉപദേശമാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്? ഈ ഉപദേശം പഠിപ്പിക്കുന്നതിനകത്ത് എന്താ നമ്മൾ മടി കാണിച്ചത്? ഈ ഉപദേശം പഠിപ്പിക്കുന്നതിനകത്ത് മടി കാണിച്ചാൽ പിന്നെ നമ്മളെങ്ങനെയാണ് ഉപദേശത്തിൽ പൂർണ്ണതയുള്ളവരാകുന്നത്? എന്താണ് ഉപദേശം? നിങ്ങളുടെ സകല പാപക്ഷമയും ഇല്ലാതാക്കാൻ നിങ്ങളുടെ ഒരു ചെറിയ ആക്ട് മതി. എന്താണ്? നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാതിരുന്നാൽ മതി. ഹൃദയപൂർവ്വം എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഹൃദയപൂർവ്വം ക്ഷമ എന്ന് പറഞ്ഞൊരു കാര്യം ഇന്നിപ്പോൾ ഇല്ല. ഇന്ന് ആക്ഷരികമായിട്ടുള്ള ക്ഷമ പറച്ചിലൊക്കെ ഉണ്ട്. ബ്രദർ അങ്ങ് ക്ഷമ ചോദിച്ചാട്ട് രണ്ടുപേരെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഉടനെ എന്താ പറയുന്നത്? പാസ്റ്റർ പറയും ബ്രദർ അങ്ങ് ക്ഷമ ചോദിച്ചാട്ട്. അതിന് ഞാനെന്തോ ചെയ്തത്? ചെയ്താലും ചെയ്തില്ലെങ്കിലും ബ്രദർ അങ്ങ് ക്ഷമ ചോദിച്ചാട്ട്. ശരി, എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമിച്ചേക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ക്ഷമിച്ചേര്. പ്രിയമുള്ളവരെ, ഇങ്ങനെ രണ്ട് വർത്തമാനം പറഞ്ഞതുകൊണ്ട് നേരെ ഉടലോടെ സ്വർഗത്തിൽ പോകുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞു പഠിപ്പിച്ചത്? ഇത് വല്ലതും ദൈവസന്നിധിയിലെ ക്ഷമ ചോദിക്കലോ ക്ഷമ പറച്ചിലോ വല്ലതും ആണോ? ഇതും കൊണ്ടെങ്ങാനും രക്ഷപ്പെടാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. സ്വർഗത്തിലെത്തുമെന്ന് വളരെ ഉറപ്പോടെ ജീവിച്ചിരിക്കുന്ന പല വിശ്വാസികളും അവിടെ ചെല്ലുമ്പം കാണത്തില്ല. അതിന് യാതൊരു സംശയമില്ല. കാരണം എന്നറിയാമോ? പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നമ്മുടെ സ്വർഗപ്രവേശനത്തെ തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? മറ്റൊന്നുമല്ല, നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാത്തതാണ്. മറ്റുള്ളവരോട് അവർ നമ്മളോട് ചെയ്തെന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാത്തതാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ചെറിയ വാക്കുകളും വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വെടിപ്പാക്കുന്ന, ചെത്തിക്കളയുന്ന ചാട്ടുളിയായി അല്ലെങ്കിൽ ഒരു കൊത്തുളിയായിട്ട് പ്രവർത്തിക്കണം. നിങ്ങളതിനെ ആലോചിച്ചോ? ആരോടെങ്കിലും ക്ഷമിക്കാൻ മനസ്സില്ലാത്ത ഹൃദയപൂർവ്വം, ദാറ്റ് ഈസ് വെരി എസെൻഷ്യൽ. ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പക വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും നിലയിൽ ഒരാളോടുള്ള കയ്പുള്ള വേരും വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും നിലയിൽ അസൂയയോ പകയോ പിണക്കമോ കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ ബന്ധത്തിന് വിഘാതം സംഭവിച്ചിരിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് നമ്മൾ യേശു കർത്താവിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷമ റദ്ദാക്കപ്പെടുകയാണ്. ഇവിടെ നമ്മൾ യേശു ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക്കാൻ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള വാക്ക് നമ്മൾ ഗ്രീക്ക് ഭാഗം അത് വായിക്കുമ്പോഴത്തേക്ക് യേശു
പ്രാർത്ഥിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാണ്. പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഒറ്റ പ്രാർത്ഥന ഒരു നിമിഷം കൊണ്ട് പറഞ്ഞതല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട്. അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് നിരന്തരമായ പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. നമ്മൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്കൊരു വലിയ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞാൽ അതെല്ലാം ദൈവം അങ്ങ് അതുപോലെ അങ്ങ് എടുത്തോളുമെന്ന്. അതുകൊണ്ടാണ് എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേരെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ റിലീസ്ഡ് ആയെന്ന് ചിന്തിക്കുന്നു. നിങ്ങൾ റിലീസ്ഡ് ആയിട്ടില്ല. കാര്യം ദൈവം വാക്കുകളെ അല്ല നോക്കുന്നത്, അതിനപ്പുറത്ത് നിങ്ങളുടെ ഹൃദയമാണ് നോക്കുന്നത്. ഹൃദയപൂർവ്വം ഏത് കാര്യവും ചെയ്യുന്നത് ഹൃദയപൂർവ്വമായിരിക്കണം. ഇവിടെ കർത്താവ് പ്രാർത്ഥിക്കുന്നത് ഹൃദയപൂർവ്വമായ ആണെന്നതിൻ്റെ തെളിവെന്താണ്? അത് നിരന്തരമായി അവൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാമെങ്കിലും ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന എന്താണ്? സങ്കീർത്തനം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സഭയിൽ ചിലപ്പം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അങ്ങനെ സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞിട്ട് വേദപുസ്തകം നമ്മൾ കയ്യിലടച്ച് താഴോട്ട് വെച്ച് അല്ലെങ്കിൽ കൈ ഇരിക്കുമ്പോൾ പാസ്റ്റർ പറയും നമുക്ക് ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി അല്പസമയം ചെലവഴിക്കാം, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ സഭകളുടെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ചൈനയിലും റഷ്യയിലും ബർമയിലും ഒക്കെയുള്ള സുവിശേഷ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ സഹോദരങ്ങൾ വിദേശത്തായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരെല്ലാവരെയും ഓർത്ത് ഇപ്പോൾ ഇനി അച്ചായൻ പ്രാർത്ഥിക്കാം. അന്നേരം അച്ചായൻ ഓർത്ത് ഞാനാണല്ലോ പ്രാർത്ഥിക്കേണ്ടത്. എന്താണെന്നോട്ട് അച്ചായൻ ശ്രദ്ധിച്ചില്ല. പിന്നെ കർത്താവേ ദൈവദാസൻ പറഞ്ഞതായ എല്ലാ വിഷയങ്ങളെയും ഞാൻ നിന്റെ സന്നിധിയിൽ ഫലമേൽപ്പിക്കുന്ന കർത്താവേ, നീ എല്ലാവരെയും വിടുവിക്കണേ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവരും അങ്ങ് രക്ഷപ്പെട്ടു അല്ലേ? റഷ്യയും ബർമായും എല്ലാം ഒറ്റയടിക്ക് മാനസാന്തരപ്പെട്ടു ഈ ഒരു വാക്ക് പറഞ്ഞ ഉടനെ. പ്രിയമുള്ളവരെ, അതൊന്നും അല്ല മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇടയ്ക്ക് കയറി നിൽക്കുന്നതാണ്. ദൈവത്തിൻ്റെ കോപം ഇവരുടെ മേൽ വീഴാതെ വണ്ണം ഇടയ്ക്ക് കയറി നിൽക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന. എസ്കേലിൻ്റെ പ്രവചനത്തിൽ ഞാൻ അവരെ എൻ്റെ കോപത്തിൽ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവർക്കും എനിക്കും മധ്യത്തിൽ ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു. ഇടിവിൽ നിൽക്കേണ്ടതിന്, മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു. ഞാൻ ആരെയും കണ്ടില്ല. മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ കോപം അവിടുന്ന് വരുമ്പോൾ അത് ജനങ്ങളുടെ മേൽ പതിക്കാതെ അത് എൻ്റെ മേൽ പതിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവരുടെ നാശത്തെയും അവരുടെ വേദനകളെയും അവരുടെ മേലുള്ള ദൈവകോപത്തെയും ഏറ്റെടുക്കുന്നത്രയും ആഴമുള്ളതാണ് മധ്യസ്ഥ പ്രാർത്ഥന. അല്ലാതെ രാജ്യങ്ങളുടെ കർത്താവേ റഷ്യയ്ക്ക് വേണ്ടി, കർത്താവേ ജർമ്മനിക്ക് വേണ്ടി, കർത്താവേ ഇംഗ്ലണ്ടിന് വേണ്ടി, കർത്താവേ ബർമയ്ക്ക് വേണ്ടി, കർത്താവേ ശ്രീലങ്കയ്ക്ക് വേണ്ടി എന്ന് 16 വാക്ക് പറഞ്ഞതുകൊണ്ട്, അങ്ങനെ പറയുന്നതിനകത്ത് ഞാൻ കുറ്റം പറയുന്നതല്ല, 16 വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം മധ്യസ്ഥ പ്രാർത്ഥനയാകുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ആ ജനങ്ങളോടുള്ള സ്നേഹമുണ്ടായിട്ട് അവരെ ദൈവം വിടുവിക്കേണ്ടതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഹൃദയവേദനയോടുകൂടിയുള്ള ഞരക്കമാണ് മധ്യസ്ഥ പ്രാർത്ഥന. അതുകൊണ്ട് യേശു ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇവരോടെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, അത് ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവരോട് മാത്രമല്ല, പ്രത്യുത അതിൽ ഞാനും നിങ്ങളുമൊക്കെ ഉൾക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാനും നിങ്ങളുമൊക്കെ ഈ മധ്യസ്ഥതയിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വി ഓൾസോ ആർ പാർട്ട് ഓഫ് ദാറ്റ്. നമ്മളും അതിൻ്റെ ഭാഗമാണ്. അന്ന് കർത്താവ് 2000 വർഷം മുമ്പ് പ്രാർത്ഥിച്ചപ്പോൾ, പിതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ സാജുവിനെയും നിങ്ങളെയും എന്നെയും എല്ലാവരെയും അതിനകത്ത് കർത്താവ് ഉൾക്കൊള്ളിച്ചിരുന്നു. ഒരുപക്ഷെ ഈ പുത്രൻ്റെ മധ്യസ്ഥതയാണ് നമുക്ക് മടങ്ങി വരുവാനുള്ള ഒരു അവസരം കൂടെ കർത്താവ് വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ ഇതിന് മധ്യസ്ഥതയ്ക്ക് കറക്റ്റായിട്ട് ദൈവത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയെക്കുറിച്ചുള്ള ഒരു നല്ല ഉപമ കർത്താവോട് പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു